നല്ല നമസ്കാരം. ഞാൻ കുറച്ച് ദിവസമായിട്ട് യാത്രയൊന്നും ചെയ്യുന്നില്ല. ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണൂരിൽ വന്നിട്ട് ഞാൻ പോയിട്ടില്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൂലാതായിപ്പോയി. ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഷൂട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. ലാസ്റ്റ് ചെയ്ത് തളിപ്പറമ്പാണ് ചെയ്തിട്ടുള്ളത്, സോമേശ്വരി ക്ഷേത്രമാണ് ചെയ്തിട്ടുള്ളത്. അപ്പം വീഡിയോ വരുന്നുണ്ട്, വീഡിയോ അടുത്ത് തന്നെ വരും. അതുമല്ല, ഇനി ഉള്ള ട്രാവലിംഗ് വീഡിയോ കുറച്ചും കൂടി ഞാൻ കുറക്കുന്നുണ്ട്. ഞാൻ ഇതിലേക്ക് വന്നത് ഇപ്പം നിങ്ങളുടെ മുന്നിലേക്ക് ഇപ്പം വരാൻ കാരണമുണ്ട്. അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പായിരുന്നു. അപ്പോൾ ഞാൻ കേദാർനാഥിൽ പോയ സമയത്ത് ഒരു 10-50,000 രൂപക്ക് മേലെ ഉള്ള സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയി. ഓരോന്നും സ്റ്റോക്ക് ചെയ്തിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ട് ലോണൊക്കെ എടുത്തിട്ടായിരുന്നു ഞാൻ ചെയ്തത്. അപ്പം മറ്റുള്ളവരുടെ നിന്നൊക്കെ തിരിമറിയലാക്കിയിട്ടാണ് ഞാൻ യാത്ര ചെയ്തത്. കാരണം ഒന്ന്, നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യയിൽ ഞാൻ ഉണ്ടായിരുന്നു, അവിടെയൊക്കെ പോയിട്ടുള്ള സ്ഥലങ്ങളെല്ലാം കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് പോയതാണ്. നോക്കുമ്പോഴൊക്കെ അവിടെ പോയപ്പോൾ ഇവിടെ ഉരുൾപൊട്ടലും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിപ്പോയി. പിന്നെ എന്ത് ചെയ്യാനാ? അപ്പോൾ സാധനങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു. എന്താ പറയുക, ഇട്ട ഡ്രസ്സ് മാത്രമേ എനിക്ക് എൻ്റെ കൈവശം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. 14,000 രൂപേൻ്റെ ബൂട്ടുണ്ടായിരുന്നു, ഈ മഞ്ഞത്തും മറ്റേതിലെല്ലാം ഉപയോഗിക്കുന്നത്. ഒക്കെ കോഴിക്കോട് ടെലിക്കാട്ടിൽ പോയിട്ട് വാങ്ങിയിട്ട് വന്നതാണ്. അതുപോലെ സ്ലീപ്പിംഗ് ബാഗ്, ടെൻറ്റ്, കുറേ ജോഡി ഡ്രസ്സുകൾ എല്ലാം തണുപ്പിനെല്ലാം യൂസ് ചെയ്യുന്ന ടൈപ്പ് സാധനങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് കാലങ്ങളായല്ലോ കേരളത്തിലേക്ക് വന്നിട്ട്. തണുപ്പുള്ള സമയത്തായിരുന്നില്ല അങ്ങോട്ടേക്ക് പോയത്. ഇവിടെയുള്ള സമയത്ത് ഞാൻ തണുപ്പുള്ള കാലത്തെല്ലാം അവിടെ നിന്നിട്ട് അന്നേരം വസ്ത്രവും കാര്യങ്ങളൊന്നുമില്ല. ആ സമയത്ത് തണുപ്പ് വരുന്ന സമയത്ത് കുറേ പേര് എന്നോട് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഈ അഘോരി സന്യാസിമാർ, മതസന്യാസിമാരൊക്കെ ഇങ്ങനെ മേക്ക് മുഴുവൻ ഈ ഭസ്മധാരണം ചെയ്യുന്നതെന്ന്. അത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് നമ്മളെ ആചാരപ്രകാരമാണോ എന്ന് ചോദിച്ചപ്പോൾ ആചാരപ്രകാരം ആണ് ഒന്ന്. രണ്ടാമത് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതല്ല. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ നമ്മളെ ശരീരത്തിൽ ഒരുപാട് ഡോട്ടുകളാണ്, അതായത് വോൾസുകളാണ് നമ്മളെ ശരീരം മുഴുവൻ. അതുകൊണ്ടാണ് നമ്മൾ ചിലപ്പം വിശർക്കുന്ന സമയത്ത്, വിയർപ്പ് വരുന്ന സമയത്ത് നമ്മളെ രോമക്കുയിലെ കൂടെയൊക്കെ നമുക്ക് വെള്ളം വരുന്നത് അതുകൊണ്ടാണ്. വിയർപ്പ് വരുന്നത് അതുകൊണ്ടാണ്. ജലാംശം പുറത്തേക്ക് വരാനുള്ളൊരു കാരണം അതാണ്. ശരീരം ഹീറ്റാകുമ്പം അങ്ങനെ സംഭവിക്കുന്നു. ശരിക്കും അത് പറയുന്നത് ബ്ലഡ് തന്നെയാണെന്നാണ് പറയപ്പെടുന്നത്. അത് എനിക്കതിനിപ്പോൾ ശാസ്ത്രീയമായിട്ട് എനിക്ക് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ട് അതിനെപ്പറ്റി ഞാൻ പറയുന്നില്ല. ഒന്നത്. രണ്ടാമത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ് ഭസ്മം തേക്കുക എന്ന് പറയുന്നത്. ഭസ്മം തേക്കുന്നതെന്ന് വെച്ചാൽ അതൊരു ആചാര സംബന്ധമായിട്ട് ചെയ്യുന്നതാണ്. അതും ഇതുപോലെ തന്നെയാണ്. അത് കുറച്ചും കൂടി ശാസ്ത്രീയമായിട്ട്, അത് ചിലതൊക്കെ നമുക്ക് പറയാൻ പെർമിഷൻ ഇല്ലാതുകൊണ്ടാണ് പറയാനുള്ളത്. അപ്പം ഈ ഭസ്മം മേക്ക് തേച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ചുടല ഭസ്മം തേച്ച് കഴിഞ്ഞാൽ നമ്മളെ ശരീരത്തിലെ രോമക്കുഴികളെല്ലാം അടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് ഈ തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ശക്തി ഉണ്ടാകും. അങ്ങനെയാണ് പറയപ്പെടുന്നത്. പക്ഷേ സത്യമാണ്. ഞാൻ ചെയ്തിട്ട് എൻ്റെ ഫോട്ടോസെല്ലാം യൂട്യൂബിലുണ്ട്. ആ വീഡിയോസ് ചെയ്തിട്ടില്ല, ഫോട്ടോസ് മാത്രമേ ഞാൻ അതിലിടാൻ എനിക്ക് സാധിക്കും. കാരണം ഞാനല്ല അത് എടുത്തത്, വേറെ ആൾക്കാർ എടുത്തത്. ഞാൻ ആ അവസ്ഥയിലുള്ള സമയത്ത് എടുത്തപ്പം അത് എനിക്ക് അയച്ചു തന്നതാണ്. അതാണ് നിങ്ങൾക്ക് ഞാൻ ഇട്ട് തന്നത്. അപ്പം ആ ഒരു അവസ്ഥയിലിരിക്കുമ്പം അത് നമുക്ക് എടുക്കാൻ, ഇതുപോലെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. അപ്പം മറ്റൊരവസ്ഥയിലായതുകൊണ്ടാണ് നിങ്ങളെ മുന്നിൽ ഷൂട്ട് ചെയ്തിട്ട് ഓരോ ചിത്രീകരണം നിങ്ങളെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പം നഷ്ടപ്പെട്ടു പോയി ഒരുപാട് സ്റ്റൗ, അത് എല്ലാം വലിയ പൈസ സാധനങ്ങളാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയത്. അതുപോലെ ജാക്കറ്റ്, ഇങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു, എല്ലാം പോയി. അതൊരു ബാഗ് നിറയെ ഉണ്ടായ സാധനമായിരുന്നു. അപ്പം ഇത് ജീപ്പിൻ്റെ മുകളിൽ ഇട്ട സമയത്ത് ഞാൻ ഈ സോംപ്രയാഗെന്ന് രുദ്രപ്രയാഗിലേക്ക് മടക്കം വരുന്ന സമയത്ത് ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീപ്പിൻ്റെ മുകളിൽ അവർ പറഞ്ഞു, ഞാൻ സാധനം ജീപ്പിന് മുകളിൽ ഇടാൻ നിൽക്കാറില്ല. കാരണം ഒന്ന്, ഞാൻ ചിലപ്പം മറന്നു പോകും. ഞാൻ വേറൊരു അവസ്ഥയിലായതുകൊണ്ട് ചിലപ്പോൾ എനിക്ക് ഓർമ്മയുണ്ടായിന്ന് വരില്ല. അപ്പം ഞാനെന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആൾക്കാർ വണ്ടിയിൽ കൂടുതൽ കയറിയപ്പോൾ അവർ പറഞ്ഞത് എന്തായാലും മുകളിലിട്ടേ പറ്റും. അപ്പം ഞാനും ബിബിനും കൂടിയിട്ടാണ് പോയത്.
ഞാൻ അതിൻ്റെ മുകളിലിട്ട് ബിബിൻ അതിൻ്റെ മുകളിൽ ഇട്ടില്ല. ഓൻ ചെറിയൊരു ബാഗ് മാത്രമേ അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. നമ്മൾ ബാക്ക് തൂക്കുന്ന ടൈപ്പ് സൈഡ് ബാഗില്ല, 2 ഷോൾഡറിലൊക്കെ കൊണ്ടിട്ടുന്ന കൊണ്ടിടുന്ന അതുപോലത്തെ ഒരു ബാഗ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ അതിലെ എല്ലാ സെറ്റപ്പോട് കൂടിയിട്ട് അങ്ങോട്ടുള്ള യാത്ര കുറച്ചും കൂടി ലോങ്ങാക്കി പോകാമെന്ന് വെച്ചിട്ട് വന്നതാണ്. അല്ല പോയതാണ്. അവിടെ നോക്കുമ്പോഴേക്ക് ഞാൻ അവിടെ നിന്ന് കേദാർനാഥ്, ബദ്രിനാഥ്, അമർനാഥ്, ഋഷികേഷ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ അവിടെയൊക്കെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ കണ്ടതും ഞാൻ കുറച്ച് കാലം അവിടെ ചെലവഴിച്ച സ്ഥലങ്ങളും അവിടുത്തെ ആൾക്കാരെല്ലാം പരിചയപ്പെടുത്തി തരണം എന്ന് വെച്ചിട്ട് പോയതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഞാൻ കേദാറിൽ പോയപ്പം പഴയ സ്ഥലങ്ങളേ മാറിപ്പോയി. കാരണം അവിടെ വലിയൊരു ഉരുൾപൊട്ടലുണ്ടായിരുന്നു. ആ ഉരുൾപൊട്ടൽ പൊട്ടിയ സമയത്ത് ഇപ്പം നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ക്ഷേത്രത്തിൻ്റെ കിഴക്ക് വശം, അതായത് ക്ഷേത്രത്തിൻ്റെ മുഖം ഇരിക്കുന്നത് പടിഞ്ഞാറ് വശമാണെന്ന് എൻ്റെ വിശ്വാസം. പിന്നെ കിഴക്ക് വശം, അതായത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് വശത്ത് പിന്നെ വലിയൊരു പാറക്കല്ല് ആ മലമുകളിൽ നിന്ന് ഇങ്ങനെ വന്നതാണ്. അത് വന്നിട്ട് ക്ഷേത്രത്തിന് കണക്കായിട്ട് ബ്ലോക്ക് ചെയ്ത് നിന്നായിരുന്നു അത് പിന്നീട് ഈ ഉരുൾപൊട്ടലിൽ നിന്ന് വന്ന സമയത്ത് ആ വെള്ളമൊക്കെ ക്ഷേത്രത്തിനെ കവർ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് പോയി. ക്ഷേത്രത്തിന് ഒരു കേടുപാടുകളോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം അത്രയും പവർഫുള്ളാണ് ബദ്രിനാഥ്, കേദാർനാഥിലെ ഭഗവാൻ. അപ്പം അതുകൊണ്ട് ആ സന്യാസിമാർ, അവിടെയുള്ള സന്യാസിമാർ, നഗസന്യാസിമാരെന്ന് ഞാൻ പറയില്ല, നഗസന്യാസിമാരും അവിടെ ഉണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഘോരിസ് ഇല്ല. പിന്നെ അഘോരിസൊന്നും അങ്ങനെ വന്ന് നിൽക്കില്ല, ഓപ്പണായിട്ട് വന്നിട്ട് പുറത്ത് വരില്ല. അതങ്ങനെയാണ്. നിങ്ങളെ മറ്റാരൊക്കെയോ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. കാരണം അഘോരീസിനൊന്നും പുറത്തങ്ങനെ കാണാറില്ല പതിവ്. കാരണം നമുക്കൊക്കെ അതിൽ ട്രെയിനിങ് ഉള്ള സമയത്ത്, നമുക്കെല്ലാം അതിൻ്റെ ക്ലാസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊന്നും പുറത്തേക്ക് പെർമിഷൻ ഉണ്ടായിരുന്നില്ല. അതും നമ്മളെ ഗുരുനാഥൻ കഞ്ചിക്കോട്ടുകാരനാണ്, മലയാളിയാണ്. എനിക്ക് ഹിന്ദി അങ്ങനെ വിലിങ്ങനെ അറിയില്ല. യാദൃശ്യമായിട്ട് അദ്ദേഹത്തെ ഞാൻ വയനാട്ടിൽ വെച്ച് കണ്ടു. വയനാട്ടിൽ കണ്ടപ്പോൾ അങ്ങനെ അദ്ദേഹം ഒരു അഡ്രസ്സ് തന്നു. അങ്ങനെ പോയതാണ് ഞാൻ. അങ്ങനെ ചെറിയ പ്രായത്തിൽ പോയതാണ്. പോയി ആദ്യം മന്ത്രകോശമൊക്കെ വാങ്ങി അവിടുന്ന് കുറച്ച് 4-5 വർഷം അദ്ദേഹത്തിൻ്റെ കീഴിൽ ഇങ്ങനെ ചെലവഴിച്ചു. അതിന് ശേഷം വന്നതെന്ന് വെച്ചാൽ 4-5 വർഷം ഞാൻ പോയി വന്നിട്ടുള്ള ആ ഒരു പീരീഡ് സമയം ഞാൻ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് നിന്നതല്ല. അപ്പം കാലാവസ്ഥ മാറുമ്പം അവിടുന്ന് ആൾക്കാർ പല ആളും മാറും. അവിടെ കണ്ടിന്യൂസ് ആയിട്ട് നിൽക്കാൻ ആർക്കും കഴിയില്ല. നിൽക്കുന്നവരുണ്ട്, അത് അവിടെ ആ ക്ലൈമറ്റിൽ ജീവിച്ച് വളർന്നവർക്ക് അവിടെ നിൽക്കാം, അതേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഇവിടെ നിന്ന് പെട്ടെന്ന് ക്ലൈമറ്റ് പെട്ടെന്ന് ചേഞ്ച് ആവും, അത് നമ്മൾ കാണും പോലെ ഒന്നല്ല. അത് ഭാരതത്തിലെ എല്ലാ സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്, ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ തന്നെയാണ്. കാരണം എപ്പോഴെന്താ സംഭവിക്കുക ഒന്നും പറഞ്ഞുകൂടാ. അപ്പോൾ ആ ഉരുൾപൊട്ടൽ വന്ന സമയത്ത് അവിടുന്ന് പിന്നെ ഈ പാറക്കല്ല് ഭീമനായിട്ടുള്ള പാറക്കല്ല് വന്നിട്ട് ക്ഷേത്രത്തിന് ബ്ലോക്ക് ചെയ്തിട്ട് അതിൻ്റെ മൊത്തം അവിടെ കാണേണ്ടതാണ്. ഞാൻ യാത്ര ചെയ്യുമ്പോൾ കണ്ടിട്ട് വലിയ പൊക്ക പോലെ ആയ വഴികൾ, അത്ര ആയത്തിലേക്ക് പോകണം, അത്ര സ്പീഡിൽ അത്രയും ശക്തിയിൽ ഒരു മലയില്ല. ആ മലയാ ഇല്ലാണ്ടായിപ്പോയി. കാരണം ബാക്കിൽ നിങ്ങൾ കണ്ട വലിയ മലയുണ്ട്, ആ മലയെ അവിടെ കാണാനില്ല. അങ്ങനത്തെ അവസ്ഥയായിട്ട് അങ്ങനെ അവിടുന്ന് പിന്നെ തെക്ക് വശത്ത് പിന്നെ അവിടെ കാണാനുണ്ട് നമുക്ക്. അതിന് മുകളിലുള്ള ഒരു ശിവൻ്റെ ചെറിയൊരു ഇത് അവിടെ കാണാം. അവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഓം രുദ്രായ നമ എന്ന് നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ ഒരു വള്ളത്തിൻ്റെ ഉള്ളിലാണ് അതുള്ളത്. ഞാനത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞല്ലോ, വേഗം മടങ്ങിപ്പോകേണ്ട ഒരവസ്ഥയായിരുന്നു ആ സമയത്ത്. ആദ്യത്തെ സിറ്റുവേഷനിലെല്ലാം അങ്ങനെ ആയിരുന്നു. അപ്പം അത് പിന്നെ ശ്വാസം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുമായിരുന്നു. പിന്നെ ഞാൻ ഈ വാക്സിൻ എടുത്ത സമയം മുതൽ പിന്നെ എനിക്ക് ഇങ്ങനെയുള്ള പിന്നെ സ്ഥലങ്ങളിൽ പോകുമ്പം വളരെ ബുദ്ധിമുട്ടാവുന്നു. ഇതിന് പറയണം, കേരളത്തിൽ കണ്ണൂർ ജില്ലയിലുള്ള കുന്നർത്തുപ്പാടി മല വരെ കയറുമ്പോൾ എനിക്ക് വല്ലാതെ കതപ്പായിരുന്നു. ആ വീഡിയോ ഇതിലുണ്ട്, അതിൽ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ വല്ലാതെ കതക്കുന്നത്. കാരണം ഈ 2 വാക്സിൻ എടുത്താൽ അതിൻ്റെ വാക്സിൻ എടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു, ഞാൻ എടുക്കൂലായിരുന്നു. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കങ്ങനെ ഒരു അസുഖമോ കാര്യങ്ങളൊന്നും വരാറുമില്ല, വന്നിട്ടുമില്ല. അപ്പം അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തിരിച്ച് ഹിമാലയത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുപ്പ് എടുക്കുന്ന സമയമായിരുന്നു. അതായത് കൊറോണ ഫസ്റ്റ് ടൈം. അതായത് എന്ന് വെച്ചാൽ ഒരു വർഷം ഇങ്ങോട്ട്, കൊറോണയ്ക്ക് ഒരു വർഷം നമ്മൾ ശരിക്കും വീട്ടിൻ്റെ അകത്ത് തന്നെ ആയിപ്പോയില്ലേ. അപ്പോൾ ഞാൻ ആ സമയത്ത് മുമ്പിട്ടായിരുന്നു കേരളത്തിലേക്ക് ഉണ്ടായത്, കണ്ണൂരിൽ. കുറച്ച് മുമ്പാണ് വന്നത്. അപ്പം അത് വന്ന് പിന്നെ പക്ഷെ ഞാൻ വന്നിട്ട് പോകുമ്പോൾ അങ്ങനെ തന്നെയായിരുന്നു ചെയ്തത്. പക്ഷെ ആർക്കും അറിയില്ലായിരുന്നു ഞാൻ വന്നിട്ട് പോകുന്നതും വരുന്നതൊന്നും ആരും അറിയുന്നില്ല.
അപ്പോൾ ഞാൻ അതുപോലെ പഴയ പോലെ ഇവിടെ വന്ന സമയത്ത് ഞാനും ഒരു ഡോക്ടറും പിന്നെ ഒരു ഷെറോൺ എന്ന് പറഞ്ഞൊരു മോനും കൂടിയിട്ട് പിന്നെ കൊല്ലൂര് മൂകാംബികയിൽ പോയി. അവിടെ ചെറിയ മെഡിറ്റേഷന് വേണ്ടി പോയതാണ്. പോയി പിന്നെ കുടജാതിയിൽ എത്തി. പിന്നെ സർവജ്ഞ പീഠത്തിൻ്റെ മുകളിൽ കയറി. പിന്നെ ചിത്രമൂലയിലൊക്കെ പോയി മടക്കം വരുന്ന സമയത്ത് ചിത്രമൂല സമയത്ത് എൻ്റെ തൃശ്ശൂരെടുത്തിട്ടാണ് ഞാൻ പോയത്. എൻ്റെ ആ ഫോട്ടോസ് ഇതിൽ കാണാം. നിങ്ങൾക്ക് യൂട്യൂബ് പോയി കഴിഞ്ഞാൽ എൻ്റെ ഫോട്ടോസ് അതിലുണ്ട്, കാണാൻ പറ്റും. ഞാൻ തൃശ്ശൂരം പിടിച്ചിട്ട് രണ്ടാൾ അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പം സർവജ്ഞ പീഠത്തിൻ്റെ മുകളിൽ നിന്നിട്ടുള്ള ഫോട്ടോസ് എല്ലാം ഉണ്ട്. അപ്പം അത് പിന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു നമ്മളെ കണ്ടപ്പം. അവർ ഒരുപാട് പേര് നമ്മളെ കൂടെ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞാൻ ഈ ചിത്രമൂലയിൽ പോയ സമയത്ത് ഞാൻ ഈ തൃശ്ശൂർ അവിടെ വെച്ചു ഒരു സ്ഥലത്ത് കുത്തിയിട്ട് വെച്ചതാണ്. വെച്ചിട്ട് ഞാൻ ചിത്രമൂല ഒരു ഗുഹയാണ്, ചെറിയൊരു പാറയുടെ മുകളിൽ. അതിൻ്റെ മുകളിലേക്ക് ഞാൻ കയറി. അവിടെ ഭഗവതി ശങ്കരാചാര്യർക്ക് ദർശനം കൊടുത്തു വന്ന സ്ഥലവും അദ്ദേഹം തപസ്സിരുന്നു എന്ന് പറഞ്ഞ സ്ഥലമാണ് ആദിശങ്കരാചാര്യർ. അപ്പം അവിടുന്ന് പെട്ടെന്ന് ഒരു ഒച്ച ഞാൻ കേട്ടു. ഞാൻ എന്താണ് നാളെ ചട്ടക്കാൻ പൊട്ടുന്ന പോലത്തെ സൗണ്ട്. അപ്പം ഞാൻ ആകെ ഇതെന്താണ് പെട്ടെന്ന് ഒരു ചടക്കം പൊട്ടുന്ന സൗണ്ട് പോലെ. പക്ഷെ അപ്പം തന്നെ അത് വീണ ആ സ്പോട്ട് എൻ്റെ ഉള്ളിൽ നിന്ന്, എൻ്റെ നെഞ്ഞിൻ്റെ ഉള്ളിൽ നിന്ന് ശരിക്കും എന്തോ ഒരു സ്പാർക്കിങ് വല്ലാതെ എനിക്ക് അനുഭവപ്പെട്ടു. അപ്പാണ് ഞാൻ അതിന് മുകളിൽ കയറൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഒരു ചെറിയൊരു വടി പോത്തെന്തല്ലോ വെച്ചിട്ട് ആരോ അങ്ങനെ വെച്ചിട്ട് അങ്ങനെ ഇതാക്കി വെച്ചിട്ടേ ഉള്ളതാണ്. അപ്പം ഞാൻ എന്താക്കി വേഗം അതിന് മുകളിൽ അട്ടയെല്ലാം ഉണ്ടായി, മഴക്കാലത്തും പോയിക്കൊണ്ടുണ്ടാകും എന്ന് വെച്ചാൽ പണി കിട്ടിപ്പോകും. അപ്പോൾ ഞാനെന്തൊക്കെ അതിൻ്റെ മുകളിൽ പോയി ഞാൻ തിരിച്ചു പോയി എങ്ങനെയല്ലോ ഇറങ്ങി, മുകളിൽ താഴോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ എൻ്റെ കൂടെ ഡോക്ടർ സതീഷും പിന്നെ അതുപോലെ ഷെറോണും കൂടിയിട്ട് വേഗം താഴോട്ടേക്ക് ഇറങ്ങി. ഞാൻ പോയി നോക്കുമ്പോൾ എന്നാൽ എൻ്റെ തൃശ്ശൂരം താഴെ വീണിട്ട് കിടക്കുന്നു. കാരണം വീണ്ട ഒരു ചാൻസും ഉണ്ടായിരുന്നില്ല. അഥവാ വീണ്ടുണ്ടെങ്കിൽ തന്നെ ഒരു മരത്തിന് തങ്ങി നിൽക്കുകയാണ്. അപ്പം ഞാൻ അത് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയതിന് ശേഷം കാണുന്ന ഉടുക്ക്, ആ തൃശ്ശൂലത്തിന് മുകളിലുള്ള ഉടുക്ക്, അതിൻ്റെ പിന്നെ തോലി പൊട്ടിപ്പോയി. ആ പൊട്ടിയതിൻ്റെ സൗണ്ടാണ് പുറത്തേക്ക് വന്നത്. അതെനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അമർനാഥിൽ പോയ സമയത്ത് അമർനാഥ് എനിക്ക് അവിടുന്ന് ഒരു ഷോപ്പിൽ നിന്ന് എൻ്റെ കൂടെ വന്ന ഒരാൾ വാങ്ങി തന്നതാണ്. അത് പിത്തളേൻ്റെ ആയിരുന്നു. അങ്ങനത്തെ ഉടുക്ക് ഞാൻ കണ്ടിട്ടില്ല ഇന്ന് വരെ. ഞാൻ നോർത്ത് ഇന്ത്യയിലെല്ലാം സഞ്ചരിച്ചപ്പം ഞാനത് കണ്ടിട്ടില്ലായിരുന്നു അങ്ങനത്തെ ഒരു ഉടുക്ക്. പക്ഷേ ഇപ്പം രണ്ടാമത് ഞാൻ കേദാറിൽ പോയ സമയത്ത്, ഞാൻ ഗംഗോത്രിയിൽ പോയ സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ ഒരുപാട് ഷോപ്പുകളിൽ ഇതിനേക്കാളും ഭംഗിയുള്ള ഉടുക്കുകൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ട്. എല്ലാ സാധനങ്ങളും ചില സ്ഥലങ്ങളിൽ കിട്ടില്ല. ഈ ഹൈ റേഞ്ചിലെല്ലാം പോകുമ്പോൾ നമുക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില സാധനങ്ങളൊന്നും കിട്ടില്ല. ഇപ്പം നമുക്ക് തിബറ്റൻ ബ്ലാക്കിങ് അതൊന്നും ചിലപ്പം അങ്ങനെയുള്ള സ്ഥലത്തുണ്ടാവില്ല. അത് നേപ്പാൾ ആ സൈഡ് അല്ലെങ്കിൽ കാശ്മീർ ആ ഭാഗത്തെല്ലാം പോകുമ്പോൾ ചിലപ്പോൾ നമുക്കത് കിട്ടും. ഡൽഹിയിലുണ്ടാവും. ഡൽഹിയിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഏരിയയിൽ ചിലപ്പോൾ ഉണ്ടാവാം. കേരളത്തിൽ ഇപ്പോൾ ഓൺലൈനിലെല്ലാം വിളിച്ചാൽ കിട്ടുമെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ചില ഷോപ്പുകൾ, ഈ വാഹനത്തിൻ്റെ ഷോപ്പുകളെല്ലാം നമ്മൾ ഈ വണ്ടീൻ്റെ മുകളിൽ കിട്ടുന്ന സാധനങ്ങൾ കിട്ടാറുണ്ടെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാൻ അവിടുന്ന് വരുമ്പോൾ കുറേ എണ്ണം വാങ്ങിയിട്ട് വന്നതാണ്. അങ്ങനെ വരുന്ന സമയത്ത് പിന്നെ അപ്പം അങ്ങനെ ഞാൻ എന്താക്കിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പൊട്ടിപ്പോയപ്പോൾ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തു. അപ്പം തന്നെ അവിടെ കുറച്ച് സമയം ഇരുന്നതിന് ശേഷം ഞാൻ ധ്യാനിച്ച ശേഷം എനിക്ക് മനസ്സിലായി എന്തോ ഒരു വിഷമത്തിൻ്റെ തുടക്കമാണ് സംഭവിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒന്നും കൊറോണ വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ എന്തോ ഒരു വിഷമം നമുക്ക് പ്രകൃതിയിൽ വരാൻ വേണ്ടി പോകുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഉടുക്കിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അതിനെപ്പറ്റി പറഞ്ഞു അതങ്ങനെ പൊട്ടാൻ പാടില്ല. അപ്പോൾ അത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ അത് എന്തോ ഒരു അനർത്ഥത്തിൻ്റെ തുടക്കമാണ്. അപ്പം അതുപോലെ തന്നെയായിരുന്നു അത്. നമ്മൾ അവിടുന്ന് ഒരു ഏകദേശം ഫെബ്രുവരിയിലായിരുന്നു നമ്മൾ പോയത്. ഫെബ്രുവരി ഫസ്റ്റ് ടൈമാണ് പോയത്. ഒരു 4-5 ആ സമയത്തായിരുന്നു നമ്മൾ പോയിട്ടുണ്ടാവുക. അപ്പം ഇവിടെ ജനുവരി 30-31 സ്നേഹോത്സവമാണ്. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ യാത്ര വീണ്ടും തുടങ്ങിയത്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ യാത്ര ഒക്കെ ബ്ലോക്കാകാൻ വേണ്ടി പോകുന്നുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ മനസ്സ് പറയുന്നത് അങ്ങനെയാണ്. എനിക്കെന്തോ ഉള്ളിൽ നിന്ന് അങ്ങനെ തോന്നുന്നു, അങ്ങനെയാണെന്ന് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു അത് നിങ്ങൾക്ക് തോന്നിയായിരിക്കും എന്ന് പറഞ്ഞു. പക്ഷെ ഉടുക്ക് കിട്ടിയപ്പോൾ അദ്ദേഹത്തിന് വല്ലാതായി. കാരണം വെച്ചാൽ അമർനാഥിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ട് എനിക്ക് കിട്ടിയത് ആ സാധനമാണ്. അമർനാഥിലെ ഭഗവാനെ കാണാൻ പോയപ്പം ഭഗവാനെ എനിക്ക് തന്നതായിട്ടാണ് ഞാൻ കണ്ടത്. അതുപോലെ അമർനാഥിൽ പോയി കഴിഞ്ഞാൽ ഒത്തിരി സന്യാസിമാരുണ്ടാവും. അവർ പിന്നെ എല്ലാവർക്കും രുദ്രാക്ഷവും കാര്യങ്ങളൊക്കെ കൊടുക്കും. അപ്പം ആ സമയത്ത് എനിക്കും അവിടുത്തെ സന്യാസിമാർ
എനിക്കും രുദ്രാക്ഷം തന്നു. അപ്പോൾ എനിക്കത് കിട്ടിയപ്പോൾ ആ സമയത്ത് നമുക്കൊരു വലിയൊരു സ്ഥലത്ത് നിന്ന് നമുക്കങ്ങനെ ഒരു സാധനം കിട്ടുമ്പോൾ അവിടുത്തെ ഭഗവാൻ നമുക്ക് തരുന്നതായിട്ടാണ് എൻ്റെ വിശ്വാസം. മറ്റുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ മനസ്സും ശരീരവും എല്ലാം ആ പാദചരണങ്ങൾ വെച്ച് നടക്കുന്ന ഒരാളാണ്. സ്വന്തം കൈകൊണ്ട് ശിവലിംഗം ഉണ്ടാക്കിയിട്ട് ആ ശിവലിംഗം വെച്ച് പൂജിക്കുന്ന ആളാണ്. ആ ശിവലിംഗവും ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പല ഫോട്ടോസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മളെ ഇതിൽ യൂട്യൂബിൽ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൻ്റെ വലിയൊരു ശിവലിംഗം. അപ്പം അതെനിക്ക് വല്ലാതെ മനസ്സുവിഷം വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എന്തോ ഒരു പ്രകൃതിയിൽ ഒരു വിഷം വരാൻ വേണ്ടി പോകുന്നുണ്ട്, അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് ഇത് കാണിക്കുന്നത് എന്ന് പറഞ്ഞു. നമ്മളത് എടുത്ത് വന്നു. അതിന് ശേഷമാണ് ഈ കൊറോണയും പ്രശ്നങ്ങളൊക്കെ വന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല എന്ന് മാത്രമല്ല, ഒരു വർഷം വീട്ടിൻ്റെ അകത്ത് ഭക്ഷണം പോലും ബുദ്ധിമുട്ടിയിട്ടാണ് ജീവിക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ മാത്രമല്ല, എൻ്റെ ഒത്തിരി സഹോദരിമാരും അമ്മമാരും എല്ലാവരും അതുപോലെ തന്നെയാണ് ബുദ്ധിമുട്ടിയിട്ടുള്ളതെന്ന് എനിക്കറിയാം. പക്ഷേ എങ്കിലും എനിക്ക് എന്തായാലും ഞാൻ ഉപാസിക്കുന്ന ഭഗവതി എനിക്ക് ഉള്ള ആഹാരം ഒന്നും മുടക്കം എത്തിച്ചു തന്നില്ല. ചെറുങ്ങനെ ആയെങ്കിലും എനിക്കുള്ള ആഹാരം കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഈ വാക്സിൻ്റെ പ്രശ്നം വന്നത്. വാക്സിൻ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വർഷം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ വർഷം അങ്ങോട്ട് 1.5 വർഷം കഴിഞ്ഞിട്ട് അങ്ങോട്ട് വാക്സിൻ്റെ ഇത് വന്നതും തോന്നുന്നു. അപ്പോൾ ആദ്യത്തെ വാക്സിൻ എടുക്കണം എന്നെല്ലാം പറഞ്ഞ് ഞാൻ എന്തൊക്കെ എടുക്കാണ്ട് കുറേ കളിച്ചു നിന്നു. എന്താ വെച്ചാൽ അതിൻ്റെ ആവശ്യമില്ല എന്നുള്ളതിൽ, കാരണം എനിക്ക് കൊറോണ വന്നിട്ടൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ചാൽ അത് വേണ്ട എന്നുള്ള ഇതിൽ ഞാൻ നിന്നതാണ്. പക്ഷേ ഞാൻ പെട്ടെന്ന് എനിക്ക് ഹിമാലയത്തിലേക്ക് പോകേണ്ട ഒരു മൈൻഡ് വല്ലാതെ അങ്ങനെ വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഹിമാലയത്തിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുപ്പ് എടുക്കുന്ന സമയത്ത് ഞാൻ വെച്ചു, ഇനി എന്തായാലും ഇത് എടുക്കാതെ പോകാൻ പറ്റില്ല. പക്ഷെ എടുത്തതിന് അത് വേറൊരു ഗുണം കൂടി ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇതെടുത്ത് പോയിട്ട് ഞാൻ എന്താക്കി, ഫസ്റ്റത്തെ വാക്സിൻ എടുത്തിട്ട് കോവിഡാ അല്ല, ഇത് അതിനെന്തോ പേര് വരാനുണ്ട്, കോവിഷീൽഡ് അങ്ങനെ എന്തോ ഒന്നും പേര് വരാനുണ്ട്, എനിക്കത് അറിയില്ല. പിന്നെ ഇങ്ങനെയുള്ള വലിയ വലിയ വാക്കുകളൊന്നും എൻ്റെ വായിൽ വരാറുമില്ല. അതുകൊണ്ടാണ് വേറൊന്നും വിചാരിക്കണ്ട. നമുക്ക് അത്രേ ഇതിനെപ്പറ്റിയുള്ള നോളജ് ഉള്ളൂ. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയില്ലെന്ന് തന്നെ പറയണം, അതാണല്ലോ. അപ്പം അത് ഞാൻ അടിക്കുന്ന സമയത്ത് എനിക്കൊരു വല്ലാതെ നെഗറ്റീവ് ഫീൽ അനുഭവപ്പെടുന്നുണ്ട്. പക്ഷെ അടിച്ച് എനിക്ക് വേറെ എല്ലാവർക്കും പനിയൊക്കെ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒന്നും വന്നില്ല. അവർ പനീൻ്റെ ഗുളികയൊക്കെ തരും, ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഒത്തിരി പേര് ഒരുപാട് കടമെടുത്തിട്ടുള്ള പേരെല്ലാം അത് ആത്മഹത്യൻ്റെ വക്കിൽ വരുത്തിപ്പോയി. ഇനിയും നമ്മളെ കാത്തിരിക്കുന്ന ഇതുപോലെ പലതും ഉണ്ട്. അപ്പം അതൊക്കെ നേരിടാം. ഇപ്പം വയനാട് ഉരുൾപൊട്ടലിൻ്റെ ഒരു പ്രശ്നം ജൂലൈ 16-ാം തീയതി ഞാൻ എൻ്റെ വീഡിയോ ഇതിൽ ചെയ്തിട്ടുണ്ട്. ഒരു ക്ഷേത്രത്തിൽ വെച്ചിട്ട് ചെയ്തതായിരുന്നു. അപ്പം ആ സമയത്ത് ധ്യാനിക്കുന്ന സമയത്ത് നമ്മൾ ഉപാസന ഭഗവതി നമുക്ക് കാണിച്ചു തന്നതും പറഞ്ഞതുമായ കാര്യങ്ങളാണ്. പക്ഷെ അതിന് മുമ്പിട്ടേ ഞാൻ ആ സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി പല വിധത്തിലും, അവിടെ ഒരു ശിവക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ ഉരുൾപൊട്ടിയ സ്ഥലത്ത്